ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏതു വർഷമായിരുന്നു? ഉത്തരം 1888. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്? ഉത്തരം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1912. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1913. ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ഏതു വർഷമാണ്? 1924. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത് ഏതു വർഷം? ഉത്തരം 1882. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയ വർഷം? ഉത്തരം 1891. 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന പ്രശസ്ത വ്യക്തിയാര്? ഉത്തരം CF ആൻഡ്രൂസ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി? ഉത്തരം കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിനെ മഹാത്മാഗാന്ധി സന്ദർശിച്ചത് ഏത് വർഷം? ഉത്തരം 1925. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് ഏതൊക്കെ വർഷങ്ങളിൽ? ഉത്തരം 1918, 1926. നാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെ? ഉത്തരം കളവൻകോടം ക്ഷേത്രം. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയുടെ പേരെന്ത്? പിള്ളത്തടം ഗുഹ. നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും സമകാലീനനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം? ഉത്തരം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേരെന്ത്? ഉത്തരം വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെയും കുമാരനാശാനെയും ഡോക്ടർ പൽപ്പു സംബോധന ചെയ്തിരുന്നത് ഇങ്ങനെയാണ്: യഥാക്രമം പെരിയസ്വാമി, ചിന്നസ്വാമി. ഹഠയോഗോപദേഷ്ട, ശിവരാജയോഗി, സൂപ്രണ്ട് അയ്യ എന്നിങ്ങനെ അറിയപ്പെട്ടതാര്? ഉത്തരം തൈക്കാട് അയ്യ ഗുരു. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ നാമമാണ് സുബ്ബരായൻ? ഉത്തരം തൈക്കാട് അയ്യ ഗുരു. ഭാരതകേസരി എന്നറിയപ്പെട്ടതാര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. 1923 ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര്? ഇദ്ദേഹം ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. ഉത്തരം നടരാജഗുരു. പൊയ്കേൽ യോഹന്നാൻ ജനിച്ച സ്ഥലം? ഉത്തരം ഇരവിപേരൂർ. കുമാരഗുരുദേവൻ സ്ഥാപിച്ച PRDS പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഇരവിപേരൂർ. കുമാരനാശാന്റെ ജന്മസ്ഥലമേത്? ഉത്തരം കായിക്കര. 1924 ജനുവരി 16 എവിടെ നടന്ന ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ അന്തരിച്ചത്? ഉത്തരം പല്ലനയാർ. നവോത്ഥാന നായകരായ ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ജനിച്ചത് ഒരേ വർഷമാണ്. ഏത് വർഷം? ഉത്തരം 1863. പണ്ഡിറ്റ് KP കറുപ്പനും വാഗ്ഭടാനന്ദനും TK മാധവനും ജനിച്ചത് ഒരേ വർഷമാണ്. ഏത് വർഷം? ഉത്തരം 1885. K കേളപ്പനും സഹോദരൻ അയ്യപ്പനും ജനിച്ചത് ഒരേ വർഷമാണ്. ഏത് വർഷം? ഉത്തരം 1889. VT ഭട്ടതിരിപ്പാടും ആഗമാനന്ദ സ്വാമിയും ജനിച്ചത് ഒരേ വർഷമാണ്. ഏത് വർഷം? ഉത്തരം 1896. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടന? ഉത്തരം വാവൂട്ടി യോഗം. മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ ശൈവപ്രകാശ സഭ എന്ന ആത്മീയ സഭ സ്ഥാപിച്ചതാര്? ഉത്തരം തൈക്കാട് അയ്യ ഗുരു. തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം അയ്യങ്കാളി. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി 1893 വില്ലുവണ്ടി സമരം നടത്തിയതാര്? ഉത്തരം അയ്യങ്കാളി. മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലവും സമാധി സ്ഥലവും ഏത്? ഉത്തരം പെരുന്ന.
തൈക്കാടയ്യ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവാര്? ഉത്തരം സ്വാതി തിരുനാൾ.